ചലച്ചിത്രം ആരംഭിക്കുന്നത് ഗ്രീൻ എന്നൊരു പോലീസ് ഓഫീസറെ കാണിച്ചുകൊണ്ടാണ്. ബേലം എന്ന ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസണറിന് പണം കൊടുക്കാൻ അയാൾ പണം പാക്ക് ചെയ്തെടുക്കുകയായിരുന്നു. ബേലത്തെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ അയാൾ തടവുപുള്ളിയാണ്. തടവുപുള്ളി എന്ന് പറയുമ്പോൾ സാധാരണ തടവുപുള്ളികളെ പോലെയല്ല. ജയിലിനകത്ത് എല്ലാ സൗകര്യങ്ങളും ബേലത്തിനുണ്ട്. സെക്യൂരിറ്റി ഗാർഡ്സിനെ അടക്കം തന്റെ കൂടെ നിയമിക്കാനും ബേലത്തിന് സാധിക്കുന്നുമുണ്ട്. ജയിലിലെ വാർഡന്മാരടക്കം പലരും ബേലത്തിന്റെ ആളുകളാണ്. മയക്കുമരുന്ന് വ്യാപാരിയായ ബേലത്തിന് തന്റെ കച്ചവടം മുഴുവൻ നിയന്ത്രിക്കാൻ അവിടെ നിന്നും സാധിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ബേലത്തിന് മനുഷ്യക്കടത്തും ആയുധ കച്ചവടമടക്കം ഒരുപാട് ഇല്ലീഗൽ ഇടപാടുകളുമുണ്ട്. ബേലം ജയിലിൽ അങ്ങനെ കഴിയുന്നതിന് പിന്നിലും ഒരു കാര്യമുണ്ട്. ബേലത്തിന്റെ തലയ്ക്ക് ആ അടുത്ത് ഗവൺമെന്റ് $10 മില്യൺ വില പ്രഖ്യാപിച്ചിരുന്നു. പുറത്ത് ജീവിച്ചാൽ അപകടമാണ്. ശത്രുക്കൾ ആ പണത്തിനു വേണ്ടി ചിലപ്പോ തന്നെ കൊന്നുതള്ളിയേക്കാം. നിരവധി അസാസിൻസ് അതിന് ശ്രമിച്ചതുമാണ്. അതുകൊണ്ടായിരുന്നു ബുദ്ധിപരമായി എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജയിലിനകത്തേക്ക് ബേലം കടന്നു കയറിയത്. ഇതേസമയം മറുവശത്ത് അതേ ജയിലിലേക്ക് പുതിയ തടവുപുള്ളികൾ എത്തിച്ചേരുകയായിരുന്നു. ആ കൂട്ടത്തിൽ ജാക്ക് സ്റ്റോൺ എന്നൊരു പ്രിസണറുമുണ്ടായിരുന്നു. പക്ഷേ ആ തടവുപുള്ളി ഗ്രീൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാൽ തടയപ്പെട്ടു. അതിനൊരു കാരണവുമുണ്ട്. ഗ്രീനിന്റെ സഹപ്രവർത്തകനായ ഒരു പോലീസുകാരനെ കൊന്നതിന്റെ പേരിലാണ് ജാക്ക് പ്രധാനമായും ജയിലിലടയ്ക്കപ്പെട്ടിട്ടുള്ളത്. ആ സംഭവം നടന്നത് ഒരു ബാങ്ക് മോഷണത്തിനിടയിലായിരുന്നു. ദേഷ്യത്തിൽ ഗ്രീൻ ജാക്കിനെ മർദ്ദിക്കുന്നുണ്ട്. പിന്നാലെ ഗ്രീൻ ജാക്കിനോടായി പറയുകയും ചെയ്തു, ഒരുപാട് നാൾ നീ ഈ ജയിലിൽ അതിജീവിക്കാൻ പോകുന്നില്ല. ഒരാഴ്ച മുമ്പായിരുന്നു അത് സംഭവിച്ചത്. ജാക്കും മറ്റൊരാളും കൂടി ബാങ്കിൽ കവർച്ച നടത്താൻ കയറിയിരുന്നു. ഗവൺമെന്റ് ഒഫീഷ്യൽസ് അഴിമതിയുമായി ബന്ധപ്പെട്ട് മറച്ചിരിക്കുന്ന രേഖകൾ ബാങ്കിൽ നിന്ന് എടുക്കാനും മറ്റുമായിരുന്നു അവരുടെ ശ്രമം. ബേലമുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അതിൽ അടങ്ങിയിരുന്നു. കൃത്യമായി മോഷണമെന്ന് തോന്നിക്കാൻ പണവും ഡോക്യുമെന്റ്സും ഒക്കെ എടുത്ത ശേഷം ജാക്കും പാർട്ട്ണറും പുറത്തേക്കിറങ്ങി. പക്ഷേ പുറത്തിറങ്ങിയതും ജാക്കിനെയും കൂടെയുള്ളവരെയും പോലീസ് വളഞ്ഞിരുന്നു. ജാക്കിന്റെ കൂടെയുള്ളവർ പോലീസിന്റെ വെടിവെപ്പിനാൽ കൊല്ലപ്പെട്ടു. ജാക്കാണെങ്കിൽ അവിടെ നിന്നോടി നിരവധി പോലീസുകാരെ ഇടിച്ചിട്ട് ഒരു ബിൽഡിംഗിലെത്തി. സുരക്ഷിതമായി എന്ന് കണ്ട് ജാക്ക് അവിടെ നിന്ന് പോവാനൊരുങ്ങുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരു പോലീസുകാരൻ തോക്ക് ചൂണ്ടി ജാക്കിന് പിന്നിൽ വന്നത്. മുഖം മൂടി മാറ്റാൻ ജാക്കിനോട് അയാൾ ആവശ്യപ്പെട്ടു. ജാക്ക് മുഖം മൂടി മാറ്റിയതും ആ പോലീസുകാരൻ ഞെട്ടിപ്പോയിരുന്നു. കാരണം അയാളുടെ സഹപ്രവർത്തകനായ ഒരു പോലീസുകാരൻ തന്നെയായിരുന്നു ജാക്ക്. തന്നെ അയാൾ വെടിവെക്കും എന്നുറപ്പായതോടെ ജാക്ക് ആ പോലീസുകാരനെയും പൊക്കി ഉയരത്തിൽ നിന്ന് എടുത്തു ചാടി. ആ വീഴ്ചയിൽ കൂടെയുണ്ടായിരുന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടിരുന്നു. ജാക്ക് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ജാക്ക് അത്തരത്തിൽ പ്രവർത്തിക്കാനും ഒരു കാരണമുണ്ടായിരുന്നു. ജാക്കിന്റെ ഭാര്യയെ ആ അടുത്ത കുറെ കറപ്റ്റഡ് പോലീസ് ഓഫീസേഴ്സ് ചേർന്ന് കൊലപ്പെടുത്തിയിരുന്നു. പിന്നിൽ നിന്ന് കളിച്ചതാകട്ടെ ബേലമായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനായിരുന്നു ജാക്ക് അപ്പോൾ കൊലപ്പെടുത്തിയ ആ വ്യക്തി. ജാക്ക് പിന്നാലെ താൻ കളക്ട് ചെയ്ത വിവരങ്ങളുമായി നല്ലൊരു പ്രോസിക്യൂട്ടറായി അറിയപ്പെടുന്ന തൃഷയുടെ അടുത്തെത്തി. താനാരെന്ന് അറിയിക്കാതെ കൃത്യമായ വിവരങ്ങൾ, താൻ കണ്ടെത്തിയ വിവരങ്ങൾ തൃഷയ്ക്ക് കൈമാറി. ഇതിനെപ്പറ്റി അന്വേഷിച്ച് നടപടിയെടുക്കണം എന്നും ആവശ്യപ്പെട്ടു. ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് കഥ പ്രസന്റിലേക്ക് വരുന്നു. ജാക്ക് സിൽവ എന്ന് പറയുന്ന ഒരു പ്രിസണറിന്റെ കൂടെയായിരുന്നു സെല്ലിൽ അടയ്ക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ജയിലിലെ ഭക്ഷണ സമയമായി. ഏവരും ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് സെമിയോൺ എന്നൊരു തടവുപുള്ളി തന്റെ ഗ്യാങ്ങിനൊപ്പം കടന്നു വന്നു. സെമിയോൺ ബേലത്തിന്റെ കസിനാണ്. ജയിലിൽ പ്രശ്നമില്ലാതെ അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ സെക്യൂരിറ്റി പണം തരണം എന്ന് പറഞ്ഞ് സെമിയോൺ അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. സെമിയോൻ ആദ്യം പോയി ചോദിച്ച തടവുപുള്ളി പണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞതും സെമിയോൻ അയാളെ ക്രൂരമായി മർദ്ദിച്ചു. അടുത്തത് സെമിയോൻ എത്തിച്ചേർന്നത് ജാക്കിന്റെ അടുത്തേക്കായിരുന്നു. ജാക്കിനെ ഭീഷണിപ്പെടുത്താനായി സെമിയൻ ശ്രമിക്കുന്നതിന് മുമ്പേ ജാക്ക് സെമിയനെ കടന്നാക്രമിച്ചു. സെമിയന്റെ ആളുകളെയും സെമിയനെ നല്ല രീതിയിൽ മർദ്ദിച്ച് ബോധം കെടുത്തി ജാക്കിട്ടു. പിന്നാലെ ഒന്നും അറിയാത്ത പോലെ ജാക്ക് ഇരിക്കാൻ തുടങ്ങി. പ്രശ്നമുണ്ടാക്കിയത് സെമിയനും സെമിയന്റെ ആളുകളുമാണ് എന്ന് കരുതി അവിടുത്തെ ഗാർഡുകൾ സെമിയനെ ഏകാന്ത തടവിലേക്ക് മാറ്റി. ജാക്ക് പിന്നാലെ തന്റെ ഭക്ഷണം തുടർന്നു. കുറച്ചു കഴിഞ്ഞതും ജാക്കിനെ ഗാർഡുകൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ബേലവുമായി ഒരു വീഡിയോ കോൺഫറൻസിനായിരുന്നു അത്. ബേലം ജാക്കിനോട് സംസാരിച്ചു. ജയിലിലെ തന്റെ ബിസിനസ്സുകളിൽ ഇടപെടരുതെന്നും അങ്ങനെന്തെങ്കിലും നീ ചെയ്താൽ എന്റെ ആളുകൾ നിന്റെ ഭാര്യയെ കൊന്നത് അറിയാമല്ലോ, അത് തന്നെയായിരിക്കും നിനക്കും സംഭവിക്കുക എന്ന് ബേലം ഭീഷണിപ്പെടുത്തി. പക്ഷേ ബേലത്തിന്റെ വിരട്ടിലൊന്നും ജാക്ക് വീഴുന്നേയുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിൽ ജാക്കിന്റെ സെല്ലിലേക്ക് കടന്നുകയറി 3 തടവുപുള്ളികൾ ജാക്കിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജാക്ക് അവരെ തിരികെ ആക്രമിച്ച് മൂവരെയും കീഴ്പ്പെടുത്തി. സിൽവ അത് അറിയുക പോലും ചെയ്യാതെ വിദഗ്ധമായി ജാക്ക് അത് ചെയ്തിരുന്നു. ഇതേസമയം മറുവശത്ത് തൃഷയാകട്ടെ ജാക്ക് കൊടുത്ത വിവരങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കി അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇത് പ്രൊവൈഡ് ചെയ്ത ജാക്ക് സ്റ്റോൺ ആരാണ് എന്നതിനെ പറ്റിയും തൃഷ അന്വേഷിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം തൃഷ വിവരങ്ങൾ പ്രോസിക്യൂട്ടറിന് കൈമാറാനും അന്വേഷണം ആരംഭിക്കാനും വേണ്ടി പ്രോസിക്യൂട്ടറിനെ കാണാനെത്തി. പക്ഷേ പ്രോസിക്യൂട്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. എന്ത്
വിവരമാണെങ്കിലും അത് അസിസ്റ്റന്റ് മാർക്കിന് കൈമാറാൻ പ്രോസിക്യൂട്ടർ പറഞ്ഞിരുന്നു. പക്ഷെ അത്രയും കോൺഫിഡൻഷ്യലായ വിവരങ്ങൾ മാർക്കിന്റെ കയ്യിൽ കൊടുക്കാൻ തൃഷയ്ക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. മാർക്കിനെ തൃഷയ്ക്ക് വിശ്വാസവും തോന്നിയില്ല. അതുകൊണ്ട് താൻ അടുത്ത ദിവസം വന്നോളാം എന്ന് പറഞ്ഞ് തൃഷ പോന്നു. തൃഷ അന്ന് മുഴുവൻ പ്രോസിക്യൂട്ടർ ഓഫീസിന് മുമ്പിൽ വെയിറ്റ് ചെയ്തു. ഒടുവിൽ തന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രോസിക്യൂട്ടർ വന്നപ്പോൾ തൃഷ പ്രോസിക്യൂട്ടറിനടുത്തേക്ക് ഓടിച്ചെന്നു. പിന്നാലെ പ്രോസിക്യൂട്ടറിനോട് തനിച്ച് സംസാരിച്ച തൃഷ താൻ കണ്ടെത്തിയ വിവരങ്ങളും അതിലെ കാര്യങ്ങളും പ്രോസിക്യൂട്ടറിനോട് വിശദീകരിച്ചു. പ്രോസിക്യൂട്ടർ നടപടിയെടുക്കാമെന്ന് പറഞ്ഞതോടെ ജാക്കിനെ പറ്റിയും മനസ്സിലാക്കി. ജാക്കിനെ കാണുവാൻ തൃഷ ജയിലിലെത്തി. വിവരങ്ങൾ താൻ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും അന്വേഷണത്തിന് അത് വിധേയമാക്കാൻ പോവുകയാണ്, കോടതി വിചാരണയും നടക്കും എന്നും തൃഷ ജാക്കിനോട് പറഞ്ഞു. തൃഷയോട് ജാഗ്രതയോടെ ഇരിക്കാനും വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാനും ജാക്ക് ഉപദേശിച്ചു. ജാക്ക് പിന്നാലെ തന്റെ സെല്ലിലേക്കെത്തി. മരണപ്പെട്ടുപോയ തന്റെ ഭാര്യയുടെ ഓർമ്മകൾ ജാക്കിന്റെ ഓർമ്മയിലേക്ക് ഓടി വന്നു. ജാക്ക് അങ്ങനെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ്. വില്യം എന്ന പേരുള്ള തടവുപുള്ളി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ജാക്കിനോട് വില്യം സംസാരിച്ചു. സെമിയോനയെ ജാക്ക് ആക്രമിച്ചല്ലോ, അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം, എപ്പോ വേണമെങ്കിലും ആക്രമണമുണ്ടാകാം എന്ന് വില്യം ജാക്കിനെ ഉപദേശിച്ചു. തനിക്ക് സെമിയോനെയോ ബേലത്തിനെയോ ഒരു പേടിയുമില്ല എന്നായിരുന്നു ജാക്കിന്റെ മറുപടി. എവിടെയാണ് ബേലത്തിന്റെ സെല്ലുള്ളത് എന്ന് ജാക്ക് ചോദിച്ചെങ്കിലും അത് അധികമാർക്കും അറിയില്ല. പല ഗാർഡുകൾക്കും വാർഡന്മാർക്കും പോലും അറിയില്ല. കോൺഫിഡൻഷ്യൽ വിവരമാണ് എന്നായിരുന്നു വില്യത്തിന്റെ മറുപടി. കഥ അവിടെ നിന്നും അവിടെ തന്നെയുള്ള വുമൺ പ്രിസണിലേക്ക് നീങ്ങുന്നു. വുമൺ പ്രിസണിൽ 2 സ്ത്രീകൾ ചേർന്ന് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ശക്തമായ ഫൈറ്റ് തടയാൻ ഗാർഡുകൾ എത്തി. ആക്രോശിച്ചുകൊണ്ടിരുന്ന 2 പേരെയും പിടിച്ച് 2 വഴിക്കാക്കി. അതിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത ഒരു തടവുപുള്ളിയെ തല മറച്ച് ഒരു ഗാർഡ് ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അലീന എന്ന് പേരുള്ള ആ സ്ത്രീ കൊണ്ടുചെല്ലപ്പെട്ടത് ബേലത്തിന്റെ മുമ്പിലേക്കായിരുന്നു. അവൾ അവിടെ എത്തുമ്പോ സെമിയനും മറ്റു കുറച്ച് തടവുപുള്ളികളും അവിടെ ഉണ്ടായിരുന്നു. ബേലം അറിയാതെ ജയിലിനകത്ത് മയക്കുമരുന്ന് വിൽപ്പനയും സെക്യൂരിറ്റി മണി ആവശ്യപ്പെടലും സെമിയനും സംഘവും ചെയ്തിരുന്നല്ലോ. ബേലത്തിനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിന്റെ പേരിൽ അവരെ ഗുണദൂഷിക്കാനും ശിക്ഷിക്കാനുമായിരുന്നു ബേലം അവരെ വിളിച്ചു വരുത്തിയിരുന്നത്. മറുവശത്ത് അലീനയാകട്ടെ അങ്ങോട്ടേക്ക് കൊണ്ടുവരപ്പെട്ടതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ജയിലിനകത്ത് ബേലത്തിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെയായിരുന്നു അലീന അന്ന് മർദ്ദിച്ചത്. ബേലം പിന്നാലെ അവിടെ വെച്ച് പറഞ്ഞു, നിങ്ങൾ ജയിലിൽ പോയി ഒരു കാര്യം പറയണം. ജാക്കിനെ കൊന്ന് അവന്റെ തല കൊണ്ടുവരുന്നവർക്ക് $10,000 ഞാൻ തരുമെന്ന്. വൈകാതെ ആ വിവരം ജയിലിൽ പരന്നു. വില്യത്തിന്റെ ചെവിയിലും വിവരമെത്തിയതോടെ വില്യം ആ കാര്യം ജാക്കിനെ അറിയിച്ചു. പിന്നെ പറയണ്ടല്ലോ, ജാക്കിന് മേൽ തടവുപുള്ളികൾ കൂട്ടമായി ആക്രമണം നടത്താൻ തുടങ്ങി. ജാക്കിനെ കൊല്ലുന്നവർക്ക് ബേലം പറഞ്ഞ തുക കിട്ടുമല്ലോ. പക്ഷേ ജാക്ക് വിദഗ്ധമായി തിരിച്ചടിച്ചു. വില്യത്തിന്റെ സഹായത്തോടെ തന്നെ ആക്രമിക്കാൻ വന്നവരെ മുഴുവനും ജാക്ക് പരാജയപ്പെടുത്തി. ഇതേസമയം മറുവശത്ത് ഡിസ്ട്രിക്ട് അറ്റോർണിയായ ജോൺസണിൽ നിന്നും ബേലത്തിന് ഫോൺ കോൾ എത്തി. ഒരു ഫീമെയിൽ പ്രോസിക്യൂട്ടർ റിപ്പോർട്ടർ എവിഡൻസുകളൊക്കെ കളക്ട് ചെയ്ത് ബേലത്തിനെതിരെ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ബേലം ഡിസ്ട്രിക്ട് അറ്റോർണി കൂടിയായ പ്രോസിക്യൂട്ടറിനോട് സംസാരിച്ചു. ആ റിപ്പോർട്ടറുടെ കാര്യം പ്രോസിക്യൂട്ടർ കൈകാര്യം ചെയ്തോളാനും ജാക്കിന്റെ കാര്യം താൻ നോക്കിക്കോളാം എന്നും ബേലം പറഞ്ഞു. അന്ന് ജാക്കിന് ലോണ്ടറിയിലായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ജാക്ക് ലോണ്ടറിയിലായിരിക്കെ അങ്ങോട്ടേക്കടുത്ത ആക്രമണത്തിന് ആളുകൾ എത്തി. ഇത്തവണ ജാക്കിനെ ആക്രമിക്കാൻ എത്തിയത് ജയിലിലെ ഗാർഡുകൾ തന്നെയായിരുന്നു. തന്റെ ജീവന് വേണ്ടി അവർക്കെതിരെ ജാക്കിന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ജാക്ക് അവരെയും കീഴ്പ്പെടുത്തി. അവരെ അയച്ചതാകട്ടെ പ്രസൻ വാർഡനുമായിരുന്നു. അവരെ അടിച്ചിട്ട് ജാക്ക് പുറത്തേക്ക് കടക്കാൻ നോക്കിയതും ഒരു സംഘം തടവുപുള്ളികൾ വീണ്ടും ജാക്കിനെ ആക്രമിക്കാൻ എത്തിയിരുന്നു. ആ കൂട്ടത്തിനോട് ഫൈറ്റ് ചെയ്താൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ജാക്കിന് അറിയാമായിരുന്നു. ജാക്ക് ബുദ്ധിപൂർവ്വം കളിച്ചു. എന്റെ തലയ്ക്ക് ബേലം പ്രഖ്യാപിച്ചിരിക്കുന്ന തുകയുണ്ടല്ലോ, അതൊരു വലിയ തുക തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇത്രയും പേർ ചേർന്ന് എന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ ഓരോരുത്തർക്കും കിട്ടുന്നത് വളരെ നിസ്സാരമായ തുകയായിരിക്കും. ഇനി നിങ്ങൾ ആലോചിച്ചോളൂ, ആ പണത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന റിസ്കിന് അത് വർത്താണോ എന്ന്. ജാക്ക പറഞ്ഞത് കേട്ടതും തടവുപുള്ളികളിൽ ഭൂരിഭാഗവും അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. ഇതേസമയം മറുവശത്ത് തൃഷയാകട്ടെ തന്റെ സുഹൃത്ത് ആലിസണോട് തനിക്ക് കിട്ടിയ വിവരങ്ങളെപ്പറ്റിയും ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ അഴിമതിയെ പറ്റിയുമുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് വുമൺസ് പ്രിസണിൽ അലീന കാറ്റ് എന്ന പേരുള്ള ബേലത്തിന്റെ ആളിന്റെ അടുത്തെത്തി. മുമ്പവളെ മർദ്ദിച്ചതിന് കാറ്റിനോട് ക്ഷമ ചോദിക്കാൻ ബേലം അലീനയോട് പറഞ്ഞിരുന്നു. അത്തരത്തിൽ കാറ്റിനടുത്തെത്തി അലീന ക്ഷമ ചോദിച്ചു. പക്ഷെ പിന്നാലെ അലീന തന്റെ സംസാരത്തിന്റെ ടോൺ മാറ്റി മനഃപൂർവ്വം കാറ്റിനെ ദേഷ്യം പിടിപ്പിച്ചു. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു. കാറ്റ് ക്രൂരമായി മർദ്ദിച്ചതും അലീന ബോധം കെട്ടതായി അഭിനയിച്ച് താഴെ വീണു. അലീന പിന്നാലെ മെഡിക്കൽ റൂമിലേക്ക് എത്തിക്കപ്പെടുകയാണ്. മെഡിക്കൽ റൂം ഉണ്ടായിരുന്നത് ആണുങ്ങളുടെ പ്രസണിലായിരുന്നു. ഡോക്ടറും നഴ്സും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും കിടന്നിരുന്ന അലീന എഴുന്നേറ്റു. തന്റെ വിലങ്ങൂരി മാറ്റി അവിടെ നിന്നും കുറച്ച് ആൽക്കഹോളും മരുന്നും ഒക്കെ എടുത്ത് അവിടുത്തെ ഒരു തുടയ്ക്കുന്ന ബക്കറ്റിലേക്ക് ഇട്ടു.
പിടിക്കപ്പെട്ടു. വില്യം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റായിരുന്നു അത്. പിന്നാലെ അവിടുത്തെ എയർവെന്റിലേക്ക് കയറി ജയിലിലെ CCTV റൂം എവിടെയാണ് എന്ന് അലീന ചെക്ക് ചെയ്തു. പിന്നാലെ തൃഷ ജയിലിൽ ജാക്കിനെ കാണാൻ എത്തിയിരുന്നു. അവിടെ വെച്ച് ബേലം നടത്തിയ ഒരു കൂട്ടക്കൊലയെ പറ്റിയും മറ്റും തൃഷ ജാക്കിനോട് പറയുന്നുണ്ട്. മറുവശത്ത് അലീനയാകട്ടെ ജയിലിലെ CCTV റൂം കണ്ടെത്തിയിരുന്നു. പിടിക്കപ്പെടുന്നതിന് മുമ്പ് വേഗത്തിൽ എയർവെന്റ് വഴി തന്നെ കിടത്തിയിരുന്ന മുറിയിലേക്ക് എത്താൻ അലീന ശ്രമിച്ചു. പക്ഷേ അലീന മുറിയിലേക്ക് കയറാറായപ്പോഴേക്കും നഴ്സ് അതിനോടകം മുറിയുടെ വാതിൽക്കൽ വരെ എത്തിക്കഴിഞ്ഞിരുന്നു. മുറിക്കകത്തേക്ക് നഴ്സ് കയറിയാൽ അലീന പിടിക്കപ്പെടും. പക്ഷെ ഭാഗ്യവശാൽ ഇതേ സമയം പുറത്ത് തുടച്ചുകൊണ്ട് വില്യം നിൽക്കുന്നുണ്ടായിരുന്നു. വില്യം നഴ്സിന്റെ ശ്രദ്ധയെ തന്നിലേക്ക് തിരിച്ചു. ആ ഒരു അവസരം മുതലെടുത്ത് അലീന വിദഗ്ധമായി നഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ആ മുറിയിലേക്ക് കയറിപ്പറ്റുകയാണ്. വില്യമും അലീനയും പരസ്പരം എന്തുകൊണ്ടോ സഹായിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ജാക്കും വില്യമും ജയിലിലെ സംഭവങ്ങൾ നിരീക്ഷിച്ച് സംസാരിക്കുകയാണ്. ആ സമയം ജാക്കിന് കുറച്ചു കാര്യങ്ങൾ മനസ്സിലായിരുന്നതുകൊണ്ട് വില്യത്തിനോട് ചോദിച്ചു. വില്യം എത്ര നാളായി ജയിലിൽ അണ്ടർ കവറായി വർക്ക് ചെയ്യുന്നു എന്നായിരുന്നു അത്. യാഥാർത്ഥ്യം എന്തെന്നാൽ വില്യം ഒരു യഥാർത്ഥ തടവ് പുള്ളിയായിരുന്നില്ല, മറിച്ച് FBI അണ്ടർ കവർ ഏജന്റ് ആയിരുന്നു. ബേലവുമായി ബന്ധപ്പെട്ട് അഴിമതിയെപ്പറ്റിയും മറ്റും വിവരം ലഭിച്ചതിനാൽ ജയിലിനകത്ത് കടന്നുകൂടി അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും ബേലത്തിനെയും പറ്റി വിവരം കണ്ടെത്താനായിരുന്നു വില്യം എത്തിച്ചേർന്നിരുന്നത്. കഴിഞ്ഞ 6 മാസമായി വില്യം അണ്ടർ കവർ മിഷനിലാണ്. അലീന യാഥാർത്ഥ്യത്തിൽ വില്യത്തിന്റെ പാർട്ട്ണറായിരുന്നു. അവളും ഒരു FBI ഏജന്റ് തന്നെയാണ്. ഇരുവരും സംസാരിച്ചു നിൽക്കെ പെട്ടെന്ന് ഒരു സംഘം കുറ്റവാളികൾ വന്ന് ഇരുവരെയും ആക്രമിക്കുകയാണ്. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. അതിന്റെ പേരിൽ ജാക്ക് ഏകാന്ത തടവിലേക്ക് മാറ്റപ്പെട്ടു. മറുവശത്ത് വില്യം വാർഡന്റെ മുമ്പിലേക്ക് എത്തിക്കപ്പെട്ടിരുന്നു. വില്യം ആരെന്നറിയാതെ വാർഡൻ വില്യത്തോട് സംസാരിച്ചു. ജയിലിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിന്റെ കാര്യം കഷ്ടത്തിലാകും. ജയിലിലെ സംഭവങ്ങൾ അറിയാമല്ലോ. നിങ്ങളുടെ സുരക്ഷയ്ക്കൊന്നും ഒരു ഗ്യാരണ്ടിയുമില്ല. ഇനി അത് വേണമെങ്കിൽ നിങ്ങൾ പണം തരേണ്ട വരും. വില്യം ഇപ്പോ ബേലത്തിന്റെ ആളുകളെ തൊട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് വില്യത്തിന്റെ കാര്യം ജയിലിൽ കഷ്ടമായിരിക്കും. സുരക്ഷ വേണമെങ്കിൽ പണം തന്നോളൂ. മറുവശത്ത് തൃശയാകട്ടെ വീണ്ടും പ്രോസിക്യൂട്ടറെ കാണാൻ ചെന്നിരുന്നു. ഡിസ്ട്രിക്ട് അറ്റോർണി ജനറൽ കൂടിയായ പ്രോസിക്യൂട്ടറെ. പക്ഷേ അദ്ദേഹം തിരക്കിലാണെന്നും കാണാൻ പറ്റില്ലെന്നുമായിരുന്നു അറിഞ്ഞത്. മാർക്ക് അന്നും തൃശയോട് സംസാരിച്ചു. എന്ത് വിവരമുണ്ടെങ്കിലും തനിക്ക് തന്നോളാനും തനിക്ക് FBI-യുമായൊക്കെ വലിയ ബന്ധമുണ്ടെന്നും താൻ കൈകാര്യം ചെയ്തോളാം എന്നും മാർക്ക് പറഞ്ഞു. പക്ഷേ തൃശ അപ്പോഴും മാർക്കിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. മറുവശത്ത് അന്ന് ജയിലിൽ ബേലത്തിനെ കാണുവാൻ ബേലത്തിന്റെ മകളെത്തിയിരുന്നു. അതിനുവേണ്ടി ബേലം പുറത്തേക്കെത്തി. ബേലം പുറത്തേക്ക് വരുന്ന കാഴ്ച വില്യം നോട്ട് ചെയ്തതും അലീനയ്ക്ക് ആക്ഷനിലേക്ക് കടക്കുവാൻ വില്യം നിർദ്ദേശം കൊടുത്തു. വീണ്ടും അലീന ബുദ്ധിപൂർവം ബോധം കെട്ട് വീണ പോലെ അഭിനയിക്കുകയാണ്. അലീനയെ ഉടനടി ജയിലിലെ മെഡിക്കൽ റൂമിലേക്ക് ഒരു ഗാർഡ് കൊണ്ടുവന്നു. പിന്നാലെ അലീനയും വില്യമും ചേർന്ന് ആ ഗാർഡിനെ വീഴ്ത്തി അവരിരുവരും തങ്ങളുടെ മിഷനിലേക്ക് കടന്നു. അലീന നേരെ CCTV റൂമിലേക്ക് കടന്നു ചെന്നു. മറുവശത്ത് വില്യമാകട്ടെ ഗാർഡിന്റെ വേഷവും ധരിച്ച് അവിടുത്തെ കൺട്രോൾ റൂമിലേക്കായിരുന്നു കടന്നു ചെന്നത്. പിന്നാലെ വോക്കി ടോക്കിയിലൂടെ വില്യമും അലീനയും സംസാരിച്ചു. CCTV നിരീക്ഷിച്ച അലീന ബേലത്തിന്റെ യാത്രയും ബേലം എവിടെയാണിപ്പോൾ ഉള്ളത് എന്നൊക്കെ കൃത്യമായി പറയാൻ തുടങ്ങി. ബേലം മകളെ കാണുകയായിരുന്നു. ബേലത്തിന്റെ മകൾക്ക് ബേലത്തിനോട് വെറുപ്പായിരുന്നു. അച്ഛന്റെ ഇല്ലീഗൽ ബിസിനസ്സുകളെ പറ്റിയും മറ്റു കാര്യങ്ങളും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടു. കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്ന വില്യം സോളിറ്ററി കൺഫൈൻമെന്റിന്റെ ഡോർ തുറന്ന് ജാക്കിനെ മോചിപ്പിച്ചു. പിന്നാലെ ജാക്കിന് നിർദ്ദേശമെത്തി. അലീനയും താനും ചേർന്ന് ജാക്കിനെ ബേലത്തിനടുത്തെത്തിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നായിരുന്നു അത്. ഒരു ഗാർഡിനെ അടിച്ചിട്ട് ഗാർഡിന്റെ വേഷവും ധരിച്ച് ജാക്ക് തന്റെ ഏകാന്ത തടവിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ അപ്പോഴേക്കും ജയിൽ വാർഡനും മറ്റു കുറച്ച് ഗാർഡുകളും ചേർന്ന് CCTV റൂമിലേക്ക് ആരോ കടന്നു കയറിയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിരുന്നു. അലീന പിന്നാലെ വെന്റിലേഷൻ ഡെക്റ്റ് വഴി പുറത്തു കടന്നു. അധികം സമയം അവശേഷിച്ചിരുന്നില്ല. ബേലം തിരികെ തന്റെ സെല്ലിലേക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് എത്താറായിരുന്നു. വില്യം ഒട്ടും മടിച്ചില്ല. ഉണർന്ന് പ്രവർത്തിച്ചു. കൺട്രോൾ റൂം ഉപയോഗിച്ച് ജയിലിലെ എല്ലാ സെല്ലുകളുടെയും വാതിൽ വില്യം അങ്ങ് തുറന്നു. അതോടെ തടവ് പുള്ളികൾ ഒന്നടങ്കം ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങാനും മൊത്തത്തിൽ പ്രശ്നം ആരംഭിക്കാനും തുടങ്ങി. പുറത്തേക്കിറങ്ങിയ ജയിൽ തടവ് പുള്ളികൾ അവിടെയുള്ള ഗാർഡുകളെയും വാർഡന്മാരെയും ആക്രമിക്കാൻ മുൻകൈയെടുത്ത് ഒന്നിച്ചു ചെന്നിരുന്നു. ഗാർഡുകളൊക്കെയും ഭയന്നോടാൻ ആരംഭിച്ചു. കൂട്ടത്തിൽ ഗ്രീൻ എന്ന ആ പോലീസുകാരനുമുണ്ടായിരുന്നു. പക്ഷേ വഴിയിലുണ്ടായിരുന്ന ജാക്ക് ഗ്രീനിനെ പിടികൂടി തടവ് പുള്ളികൾക്കായി ഇട്ടുകൊടുത്തു. അഴിമതി കാണിച്ച് തങ്ങളെ ബുദ്ധിമുട്ടിച്ച ഗാർഡാണല്ലോ. അവർ ഒട്ടും മടിച്ചില്ല. ഗ്രീനിനെ കൈകാര്യം ചെയ്തു. മറുവശത്ത് വില്യമും അലീനയും തങ്ങളുടേതായ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജാക്ക് അങ്ങനെ ബേലത്തിനടുത്തേക്ക് എത്താൻ നേരം സെമിയൻ ജാക്കിനെ എതിരിട്ടു. അവർ തമ്മിൽ ശക്തമായ ഫൈറ്റ് തന്നെ നടന്നു. സെമിയൻ ജാക്കിനെ കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സെമിയനെ അടിച്ചിടാൻ ജാക്കിന് കഴിഞ്ഞു. ഇതേസമയം മറുവശത്ത് മറ്റൊരു കാര്യം കൂടി വ്യക്തമാവുകയായിരുന്നു. അലിസൺ പ്രോസിക്യൂട്ടറുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയിരുന്നു.
തൃഷയെ ചതിച്ച് കൊല്ലാനായി ആലിസൺ തൃഷയ്ക്ക് മുമ്പിലെത്തി. തന്റെ സുഹൃത്തിൽ നിന്ന് അങ്ങനൊരു നീക്കം തൃഷ പ്രതീക്ഷിച്ചിരുന്നില്ല. തൃഷ ഭയന്നു നിന്നു. പക്ഷെ ഭാഗ്യവശാൽ അപ്പോഴേക്കും മാർക്ക് അങ്ങോട്ടേക്ക് കയറി വന്നിരുന്നു. മാർക്ക് തൃഷയെ രക്ഷപ്പെടുത്തി. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. മാർക്ക് യഥാർത്ഥത്തിൽ അണ്ടർ കവറിൽ ഉണ്ടായിരുന്ന ഒരു FBI ഏജന്റാണ്. ഡിസ്ട്രിക്ട് അറ്റോർണി കൂടിയായ പ്രോസിക്യൂട്ടറിന്റെ അഴിമതികൾ അന്വേഷിക്കാൻ FBI തീരുമാനിച്ചിരുന്നു. അതിന്റെ പേരിൽ മാർക്ക് അവിടെ അസിസ്റ്റന്റായി അണ്ടർ കവറിൽ ജോലി നോക്കുകയായിരുന്നു. മറുവശത്ത് ജയിലിൽ പോരാട്ടം തുടരുകയാണ്. വില്യം വാർഡനെയും മറ്റ് പലരെയും അടിച്ചൊതുക്കിയിരുന്നു. ജാക്കാകട്ടെ ഭയന്ന് സുരക്ഷിതമായി ഇടത്തൊളിച്ച് ബേലത്തിന് മുമ്പിലെത്തിച്ചേർന്നു. അവർ തമ്മിൽ ശക്തമായ പോരാട്ടം ഫൈറ്റതോടെ ആരംഭിക്കുകയാണ്. തന്റെ ഭാര്യയെ കൊന്ന ബേലത്തിനോട് ഉള്ളിന്റെ ഉള്ളിൽ അത്രമേൽ പ്രതികാരം ജാക്കിന് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആദ്യഘട്ടത്തിൽ ബേലം ജാക്കിനുമേൽ ശക്തമായി പ്രഹരമേൽപ്പിച്ചു. ജാക്ക് താഴെ വീണു. എന്നിരുന്നാലും ഭാര്യയുടെ ഓർമ്മകൾ ജാക്കിനെ കൂടുതൽ കരുത്തനാക്കി ഉണർത്തി. ജാക്ക് തിരിച്ചടിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ ബേലത്തിനെ കീഴ്പ്പെടുത്തി വകവരുത്താൻ ജാക്കിന് കഴിയുകയാണ്. തന്റെ പ്രതികാരം പൂർണ്ണമായൊരു തൃപ്തി ജാക്കിന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പോലീസ് സ്വാറ്റ് ടീം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ജയിലിലെ കൺട്രോൾ ഏറ്റെടുത്ത് അവർ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കി. വില്യം പിന്നാലെ ജാക്കിനടുത്തെത്തി. അലീനയെ ജാക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നാലെ വില്യം ജാക്കിനോട് പറഞ്ഞു, ഞങ്ങളുടെ ബോസ് നിനക്ക് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ബേലത്തിന്റെ തട്ടിപ്പുകളും മറ്റും പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചതിനും ജയിലിനകത്തും പുറത്തും കൂടെ നിന്ന് ചെയ്ത പ്രവർത്തിക്കും. ജാക്കും അവരിരുവരോടും തന്നെ സഹായിച്ചതിനുള്ള നന്ദിയും പ്രകടമാക്കി. പിന്നാലെ ബേലവുമായി ബന്ധപ്പെട്ട് അഴിമതിക്കാരായ എല്ലാ ഉദ്യോഗസ്ഥരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. FBI കാര്യങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിരുന്നു. ജാക്കും വില്യമും അലീനയും തങ്ങളുടെ ദൗത്യം പൂർണ്ണമായതോടെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. സാധാ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ജാക്കിന് FBI പ്രൊമോഷനുള്ള സാധ്യതയും അതോടെ വഴി തുറക്കുകയായിരുന്നു. ജാക്ക് വില്യത്തിന്റെ പാർട്ട്ണറാകും എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.